നമുക്ക് ആരംഭിക്കാം. യെസ്. ഇതിൽ നമുക്കൊരു ക്ലൂകളുടെ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അയാളുടെ പൂർണ്ണമായ ജീവിതത്തെ ഈ ക്ലൂകൾ കൊണ്ട് പൂരിപ്പിക്കുകയാണ്. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഉത്തരം പറയാൻ. നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തത്, പാണ്ഡവ കൗരവ ബന്ധു ആണ്. കർണം വരാനുള്ള സാധ്യത ഉണ്ട്, വിതുരർ വരാനുള്ള സാധ്യത ഉണ്ട്, ഗാന്ധാരി വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, 3. അടുത്തതിലേക്ക് പോവാം. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്തിട്ടില്ല. ഗാന്ധാരി. ഗാന്ധാരി പറയണോ? വിതുരർ പങ്കെടുത്തിട്ടുണ്ട്. കൗരവ. പാണ്ഡവർക്കും കൗരവർക്കും ദ്രോണര് പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധാരി പാണ്ഡവരിലുണ്ടോ? പാണ്ഡവരുടെ അച്ഛന്റെ അങ്ങനെയല്ലേ വരും. അടുത്തതിലേക്ക് പോകണം. എടുക്കണോ? പിന്നെ ആരാ വരാൻ സാധ്യത? 2 ക്ലൂകൾ വെച്ച് ആലോചിക്കണേ. പാണ്ഡവ കൗരവ ബന്ധുവാണ്, മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഏതൊക്കെ കഥാപാത്രം അതിന്റെ സംബന്ധിച്ച്? അമ്പയൊന്നും ഇല്ലല്ലോ, ഇവരൊന്നും വരില്ല. ശിവന്റെ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, കർണൻ പങ്കെടുത്തിട്ടുണ്ട്. അടുത്തതിലേക്ക് പോവാം. ആണോ? ജ്ഞാനിയും നയ തന്ത്ര കുശലനും നീതിജ്ഞനുമാണ്. ആണാണ്. ഗാന്ധാരി അല്ല. വിതുരരാണോ? വിതുരർ പങ്കെടുത്തിട്ടില്ല. ഇല്ല, വിതുരർ പറഞ്ഞില്ലേ? വിതുരർ പങ്കെടുത്തിട്ടില്ലല്ലോ. പാണ്ഡവ കൗരവ. വിതുരർ പറയാം. പറയാം, പറയൂ. വിതുരർ. വിതുരർ. ഉത്തരം ശരിയാണോ എന്ന് നോക്കാം അല്ലേ? നോക്കാം. വെരി നൈസ്. എനിക്ക് ഇവര് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ആദ്യം മുതല് ഗാന്ധാരിയാണോ ബന്ധുവാണ് ധൃതരാഷ്ട്രരാണോ? അതാ രണ്ടും ആവാം. അത് വിടാം. ആദ്യത്തതിൽ തന്നെ ആക്ച്വലി വിതുരർ വന്നിരുന്നു അല്ലെ? 3 പേരുടെ ഓപ്ഷൻ കൊടുത്തതിൽ വിതുരർ. അവരതിന് രണ്ടാമത്തേല് പങ്കെടുത്തിട്ടില്ല, അപ്പൊ സ്ത്രീ ആവാം. അതെ. അങ്ങനെ ഒരു ഗാന്ധാരിയാണ്. അത് നല്ല കൗതുകമായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ. അത് ഞങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ രീതി. അതായത് ആദ്യം തന്നെ ഉള്ള ഇതിൽ വെച്ചിട്ട് അവരൊരു 3 പേരോ 4 പേരെയോ കണ്ടുപിടിച്ചു. അതിൽ നിന്നും അടുത്തൊരു ഇത് വന്നപ്പോ എലിമിനേറ്റ് ചെയ്തു, പുതിയ ആളെ ആഡ് ചെയ്തു, അടുത്തതും കൂടെ ആയപ്പോ അല്ലെ ഗാന്ധാരി അല്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പായത് ജ്ഞാനിയാണ് അല്ലെ? വിതുരനീതി അല്ലെ? നീതി, നയം, ഇതൊക്കെ വന്നപ്പോഴാണ്. ഞാൻ അടുത്ത 2 ക്ലൂ ഇതിൽ ഉണ്ടായിരുന്നതെന്നും കൂടെ പറയട്ടെ. അപ്പൊ വിതുരനെ നമുക്ക് പൂരിപ്പിക്കാം. ധർമാധർമ്മ സംഘർഷത്തിൽ മനം നൊന്ത് കഥാന്ത്യത്തിൽ കാട്ടിലലഞ്ഞു. വായിലൊരു താൻ ധർമ്മം ആചരിക്കേണ്ടിടത്ത് പറയേണ്ടിടത്ത് ഒന്നും തനിക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ള കുറ്റബോധത്തില് വായിലൊരു മരക്കുറ്റി അടിച്ചു കയറ്റിയിട്ട് വിതുരൻ നടക്കുകയായിരുന്നു. മിണ്ടേണ്ടിടത്ത് സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കാൻ പറ്റാത്തതിലുള്ള ഒരു ബോധം കൊണ്ട്. അടുത്തതും കൂടെ നോക്കാം. ദേമധർമ്മന്റെ പുനർജന്മമാണെന്ന് പരാമർശമുണ്ട്. അപ്പൊ അവസാനത്തെ ക്ലൂവിലാണ് ഏതാണ്ട് കൃത്യമായ കഥാപാത്ര സൂചനയിലേക്ക് വരുന്നത് എന്ന് തോന്നുന്നു. നല്ല റൗണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ ഉത്തരം പറയാൻ സാധിച്ചു. 2 സൂചനകളിൽ ഉത്തരം പറയാൻ പറ്റിയില്ല, 3ാമത്തതിലാണ് ഉത്തരം പറയാൻ സാധിച്ചത്. അതുകൊണ്ട് 15 മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്.